അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബികൾ ഗിഫ്റ്റ് തന്ന സാധനങ്ങളെല്ലാം നാട്ടിലേക്ക് പാർസൽ അയക്കുവാൻ നിൽക്കുകയാണ് നമ്മുടെ ഷെഫി ഉസ്താദ്. ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറബിയും അറബിച്ചിയും. മാഷാ അല്ലാ ബാബ, നമുക്ക് നല്ലൊരു അറബിയാണല്ലേ കിട്ടിയത്. കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ നാട്ടിലേക്ക് അയക്കണമെങ്കിൽ അയച്ചോട്ടെ. വീട്ടിൽ ഭാര്യയും ഉമ്മയും ഉണ്ടല്ലോ. ഞാൻ എന്തൊക്കെ തന്നെയല്ലോ ഷെഫി ഉസ്താദിൻ്റെ അടുക്കലേക്കൊന്ന് പോയി നോക്കട്ടെ. അന്നതാ അറബി ഷെഫി ഉസ്താദിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നു. യാ ഷഫീഖ്, യാ ഷഫീഖ്. അതാ അദ്ദേഹം ഓടിച്ചെന്ന് വാതിലിനടുത്തേക്ക് എത്തുന്നു. അർബ, ഷഫീഖ്, എന്തൊക്കെ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ ഖൈറ്. നാട്ടിലേക്ക് സാധനങ്ങളൊക്കെ അയക്കുവാൻ വേണ്ടി ഉള്ള തിരക്കായിരിക്കും അല്ലേ? അത് അങ്ങനെയൊന്നും, അതിനെന്താ, അയച്ചോളൂ. ഉമ്മയും ഭാര്യയൊക്കെ സന്തോഷമാവട്ടെ, അത് തന്നെയല്ലേ വേണ്ടത്. നിനക്കതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം കേട്ടോ, നോ പ്രോബ്ലം, അതിലൊന്നും കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും കുറച്ചധികം സാധനങ്ങൾ വാങ്ങിക്കൊടുത്തയക്കാണ് നല്ലത്. ഇതിപ്പോൾ ഇത്ര അർബ, ഇത് തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് മതി, ഇത് തന്നെ മതി. വിലപിടിപ്പുള്ള ഗൾഫിൻ്റെ സാധനങ്ങൾ എങ്കിലും വീട്ടിലേക്ക് അത്യാവശ്യമായ കുറച്ച് സാധനങ്ങൾ കൂടി ഞങ്ങളൊന്ന് പർച്ചേസ് ചെയ്തിട്ട് വരാം. അർബ, അത് വേണ്ട, ഇത് മതി. ഷഫീഖ്, അയക്കുകയല്ലേ, അയക്കുമ്പോൾ കുറച്ച് കൂടുതലാക്കാം. അല്ലാതെ അർബ, ഇത് ഇത്ര കുറഞ്ഞ ദിവസത്തല്ലേ ഞാൻ ആയിട്ടുള്ളൂ. അതൊന്നും പ്രശ്നമാക്കണ്ട. നീ നിൻ്റെ കഴിവ് തെളിയിച്ചതാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമോദിക്കൊണ്ട് നീ നിൻ്റെ കഴിവ് തെളിയിച്ച മോനാണ്. അതുകൊണ്ട് പടച്ച റബ്ബായിട്ട് കനിഞ്ഞരുളിയതാണ് നിനക്കിതെല്ലാം. അർബ, ഇത് തന്നെ ധാരാളം, ഇനിയൊന്നും വേണ്ട. അങ്ങക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് എടുക്കാം. ശരിക്കും അറബി ഞെട്ടിപ്പോയി. സാധാരണ രീതിയിൽ അറബികളിൽ എന്തെങ്കിലും വാങ്ങുന്നത് പെട്ടെന്ന് നാട്ടിലേക്കൊക്കെ അയക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എല്ലാവരുടെയും പതിവ്. പക്ഷേ ഷഫീഖ് പറഞ്ഞ ആ ഒരു വാക്ക്, അർബ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോളൂ, ബീവിക്ക് ഇഷ്ടമുള്ളതും എടുത്തോളൂ ഇതിൽ നിന്ന്. അവൻ അതെല്ലാം ചൂണ്ടിക്കൊണ്ടാണ് അത് പറയുന്നത്. അങ്ങ് എടുത്തതിന് ബാക്കി മതി എനിക്ക്. ഷഫീഖ്, എടുക്കുകയാണെങ്കിൽ ഞാനിത് മുഴുവൻ എടുക്കും. എന്താ, തമാശ രൂപേണ അദ്ദേഹം ചോദിക്കുന്നു. അൽഹംദുലില്ലാ, സന്തോഷം. എൻ്റെ അർബാവിന് വേണ്ടിയിട്ടല്ലേ. അങ്ങക്ക് എനിക്കൊന്നും ചെയ്തു തരാൻ കഴിയുന്നില്ല. എനിക്ക് ഡ്രൈവിംഗ് പോലും ശരിക്ക്. മോനെ, ടെസ്റ്റ് ഇനി സമയമുണ്ടല്ലോ, ഇൻഷാ അല്ലാ 8-നല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അതൊക്കെ എനിക്ക് വേണ്ടി തന്നെയല്ലേ നീയെ. അർബ, അങ്ങ് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും എടുത്തോളൂ, എനിക്ക് സന്തോഷമേ ഉള്ളൂ അതിൽ. മോനെ, നിൻ്റെ മനസ്സ്, അത് മതി എനിക്ക്. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. അറബി അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും ഷെഫി ഉസ്താദ് അതിൽ സന്തോഷം കണ്ടെത്തി. അറബി നല്ലൊരു മനുഷ്യൻ എന്ന് തോന്നുന്നു. പഠിച്ചോനെ, ഈ സ്നേഹം എന്നും നീ നിലനിർത്തണേ അല്ലാ, ആമീൻ. അന്നതാ ഭാര്യയുടെ അടുക്കലേക്ക് അറബി പോകുന്നു. യാ സുഫിയ, ബാബ, നമുക്ക് ഒരു പർച്ചേസിങ്ങിന് പോയാലോ? ബാബ, ഈ സമയത്ത് എന്ത് പർച്ചേസിങ്? പിന്നെ ഇതിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടത്തിയല്ലേ? അതങ്ങനെ. പക്ഷേ പിന്നെ നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അദ്ദേഹമല്ലേ, ഫുഡ് കാര്യങ്ങൾ ഐറ്റംസൊക്കെ. ഇപ്പം എന്ത് പർച്ചേസാ? അതൊക്കെ ഉണ്ട് പെണ്ണേ, നീ ഇങ്ങ് വന്നേ. അങ്ങനെ അതാ അറബിച്ച് പെട്ടെന്ന് പർദ്ദ അണിയുന്നു. ബാബ, എങ്ങോട്ടാണ്? നീ വാഹനത്തിൽ കയറി. അവർ സന്തോഷത്തോടു കൂടി അതാ പുറത്തേക്ക് പോകുന്നു. അത് കണ്ട സുലൈഖ വിചാരിക്കുന്നു, അറബിയും അറബിച്ചിയും ഇടയ്ക്കൊരു ഔട്ടിങ്ങിന് പോവാറുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പം എന്താ ഇങ്ങനൊരു പോക്ക്? ഒന്നും പറയാതെ, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടാണല്ലോ പോകാറുള്ളത്, അറിയില്ല. ഫിലിപ്പീൻസ് പെണ്ണ് അറബി അവരുടെ ആ പോക്ക് നോക്കി നിന്നു. മാഷാ അല്ലാ, നല്ല സ്നേഹമുള്ള അറബിയും ഭാര്യയാണ്. എന്നും അവരുടെ സന്തോഷം നീ നിലനിർത്തി കൊടുക്കല്ല. എന്നാൽ ഈ സമയം ഫിലിപ്പീൻസ് പെണ്ണ് അതാ ഷെഫി ഉസ്താദിന് എന്തൊക്കെയോ ഗിഫ്റ്റ് കാര്യങ്ങൾ കിട്ടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്ന് കാണുവാനുള്ള ആകാംക്ഷ അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെ വിളിക്കുന്നത് മോശമാണ്, അത് വേണ്ട തൽക്കാലം, ഇനിയിപ്പോൾ വരുമ്പോൾ കാണാം എന്ന് കരുതി പ്രതീക്ഷിക്കാതെ അതാ ഷെഫി ഉസ്താദ് പുറത്തേക്ക് ഇറങ്ങുന്നു. മാഡം, ഇവിടെ
ആ ഒന്നുമില്ല, ഞാൻ അർബാവും ഇവരും പോയപ്പോഴേ എങ്ങോട്ട് അവർ ഔട്ടിങ്ങിന് പോയതാണ്. ഞാനപ്പോൾ വെറുതെ ഒന്നിങ്ങനെ ആ അത് ശരി എന്തൊക്കെ ഞാൻ എനിക്ക് നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയെന്നോ അതൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ വേണ്ട, അവരെത്തിയിട്ട് ഞാനും ബീവി കൂടെ. ഏയ് എന്തിന്, ഞാൻ ഇങ്ങോട്ട് നിൽക്കാം, നിങ്ങളെല്ലാം കണ്ടോളൂ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ റൂമിൽ അതൊക്കെ നിരത്തി അവിടെ വെച്ചിട്ടുണ്ട്. അത് ഏയ് നോ പ്രോബ്ലം, കുഴപ്പമില്ല, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി നിന്നോളാം. ഞാനും അതിനുള്ളിലുണ്ടാകുമ്പോഴല്ലേ അതിന് ഉള്ളിലേക്ക് ഇബിലീസ് വരിക. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു സൂക്ഷ്മത, ഷെഫി ഉസ്താദ് തികച്ചും പുറത്തേക്കിറങ്ങി അറബിയുടെ മറ്റൊരു വാഹനത്തിൻ്റെ അടുക്കലായി നിന്നു. ഈ സമയം അതാ ഫിലിപ്പീൻസ് പെണ്ണ് അകത്ത് കയറി നോക്കി. മാഷാ അല്ലാ, മബ്രൂക്ക്. അറബികൾ ഉപയോഗിക്കുന്ന വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളാണ് അവിടെയുള്ളത്. എല്ലാ ഐറ്റംസിലുള്ള പെർഫ്യൂംസ്, ഐഫോൺ, ഐപാഡ്, അങ്ങനെ വിലപിടിപ്പുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. മാഷാ അല്ലാ. ഇറങ്ങിയിട്ട് അവർ ഷെഫി ഉസ്താദിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, യാ ഷെഫീഖ്, മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നീ ഭാഗ്യവാനാണ്. മാഷാ അല്ലാ, ഇവിടെ എത്തിയപ്പോൾ തന്നെ നിങ്ങളൊരു ലക്കിമാനായിക്കഴിഞ്ഞു. എല്ലാവരുടെയും മനസ്സിലെ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടി. ശരിക്കും ഫിലിപ്പീൻസ് പെണ്ണ് ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞു. ഷെഫി ഉസ്താദ് അല്പം നാണത്തോടെ തല താഴ്ത്തി പറഞ്ഞു, എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അല്ലാതെന്താ. അതെ, അത് ശരിയാണ്, അത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല. നിങ്ങളുടെ മനോഹരമായ ഖുർആൻ പാരായണത്തിൽ വീണുപോയത് നിങ്ങളുടെ അറബിയാണ് ആദ്യം നമ്മുടെ. പിന്നെ അറബി പെണ്ണിനും അത് കേൾക്കാൻ താല്പര്യം തോന്നി. എന്നാൽ തൻ്റെ കൂട്ടുകാരനോട് ഈ ഒരു കാര്യം അറബി പറഞ്ഞപ്പോൾ കൂട്ടുകാരനും അത് വല്ലാത്തൊരു അനുഭൂതിയായിട്ട് തോന്നി. നിന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഷെഫി ഉസ്താദ് അതൊക്കെ. അതെ, അത് അള്ളാഹു ഓരോ സമയത്ത് ഓരോന്ന് നമുക്ക് വിധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഏയ് അത് മാഡം, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെന്ന് വെച്ചാൽ അതിൽ നിന്നെടുക്കാം. ശരിക്കും അത് ഫിലിപ്പീൻസ് പെണ്ണിനോട് പറഞ്ഞപ്പോൾ, യാ അല്ലാ, നോ നോ, നിങ്ങൾക്ക് സമ്മാനമായി നൽകിയത് അത് ഞാൻ എടുക്കുന്നത് ഒട്ടും ശരിയല്ല. ഇൻഷാ അല്ലാ, എനിക്ക് ക്യാഷ് ഉണ്ടല്ലോ, എനിക്ക് നമ്മുടെ അറബ് ഇഷ്ടം പോലെ ക്യാഷ് തരുന്നതാണ്. ഞാൻ നാട്ടിലേക്കൊക്കെ ഇഷ്ടം പോലെ അയക്കാറുണ്ട്. ഇനിയും ഇവിടെ നിന്നാലേ, പക്ഷേ ഞാൻ നാട്ടിലേക്ക് ലീവിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. പക്ഷെ ലീവ് കിട്ടാൻ അല്പം പ്രയാസമാണ്, അതാണ് എനിക്കുള്ളത്. ആ പിന്നെ ജൂണിൽ ഇവിടെ സ്കൂളൊക്കെ പൂട്ടുന്ന സമയമാണല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഒരു 2-3 മാസമെങ്കിലും എനിക്ക് നിൽക്കാൻ ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഉമ്മാക്ക് സുഖമില്ല എന്നുള്ളൊരു വാർത്തയും കേട്ടു. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നാട്ടിലേക്ക് പോകാനും നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ലീവ് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് അല്പം പ്രയാസമാണ്. ശരിക്കും ഷെഫി ഉസ്താദ് തൻ്റെ ഉമ്മയെ വിചാരിച്ചു. റബ്ബേ, എൻ്റെ ഉമ്മയുടെ മുഖം ഒന്ന് കാണാൻ എനിക്ക് കഴിയുന്നില്ല. അതായത് തൻ്റെ ഭാര്യ അവൾ ഉമ്മാക്ക് ഫോണ് പോലും ശരിക്ക് കൊടുക്കില്ല. എന്തായാലും അൽഹംദുലില്ലാ, എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഐഫോണ് അതെൻ്റെ ഉമ്മാക്ക് കൊടുക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ ഉമ്മാക്ക് വിളിക്കും. എൻ്റെ ഉമ്മയുടെ ആ ഒരു മുഖം എനിക്ക് കണ്ണിറയെ കാണണം. ഉമ്മയുടെയും കഅബയുടെയും ഖുർആനെയും ആ 3 കാര്യങ്ങളുടെയും അടുക്കിലേക്ക് നോക്കുമ്പോൾ വല്ലാത്ത പ്രതിഫലമാണല്ലോ അത് 3. അതിൽ എൻ്റെ ഉമ്മ, അതെനിക്ക് കാണാൻ കഴിയാത്തതാണ് വല്ലാത്ത വിഷമം. എൻ്റെ ഭാര്യ അതിന് സമ്മതിക്കുന്നില്ല. അവൾ പലപ്പോഴും വേണ്ട, എന്തിനാപ്പോൾ ഒരാളെ കുറ്റം പറയുന്നത്, അവളുടെ ശൈലി അങ്ങനെയായിരിക്കും, അവളുടെ സ്വഭാവം നന്നാക്കട്ടെ. ആ നിമിഷം അതാ ഉസ്താദിൻ്റെ കണ്ണുകൾ എറിയുന്നത് കണ്ട് ഫിലിപ്പീൻസ് പെണ്ണ് ചോദിക്കുന്നു, അല്ല എന്താ കരയുന്നത്? ഏയ് ഒന്നുമില്ല, ഉമ്മയെക്കുറിച്ച് ഓർത്തപ്പോഴേ. അത് ശരി, ഉമ്മക്ക് സുഖമല്ലേ? വിളിക്കാറൊക്കെ ഇല്ലേ? വിളിക്കാറൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലേ ഇങ്ങോട്ടൊക്കെ പോരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുടെയൊക്കെ കൂടെ ജീവിക്കാൻ തന്നെയല്ലേ എല്ലാവർക്കും ഇഷ്ടം. അല്ലാഹ് കാക്കട്ടെ. അപ്പോൾ മാഡം പോവുകയാണോ? ഞാൻ ഇൻഷാ അല്ലാ ഈ മാസം ലാസ്റ്റ് പോകണം. ചോദിക്കണം അറബിയോട്. അറബി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമായി.
സാലറിയും കാര്യങ്ങളൊക്കെ തരും ഇഷ്ടം പോലെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ലീവാണ് പ്രശ്നം. ലീവ് ചോദിച്ചാൽ നീ ഇപ്പോഴല്ലേ വന്നത് എന്നുള്ള രീതിയിലാണ്. കൂടെ കൂടെ അങ്ങനെ വിടൂല. അത് അങ്ങനെയാണ്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് പോകൽ അത്യാവശ്യമായി വന്നിരിക്കുന്നു. എന്തൊക്കെ തന്നെയാലും അത് അറബിയോട് ചോദിച്ചാൽ വിടുമായിരിക്കും. അപ്പോൾ മേഡം ഒന്നും എടുത്തില്ലേ? അതിലതാ ഇഷ്ടംപോലെ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹേയ് വേണ്ട വേണ്ട മോനെ, ഒരിക്കലും വേണ്ട. അതൊക്കെ ഇൻഷാല്ലാ ഞാൻ വാങ്ങിക്കോളാം പോകുമ്പോൾ. എൻ്റെ അടുത്തുണ്ടല്ലോ ക്യാഷൊക്കെ ഉണ്ട്, അതിലൊന്നും കുഴപ്പമില്ല, എല്ലാം തന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിലിപ്പൈൻസ് പെണ്ണ് അവളുടെ റൂമിലേക്ക് പോയി. ഷെഫി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്കും. അല്ലാ ടെസ്റ്റ് 8-നാണ്, വിജയിപ്പിക്കണേ അല്ലാ. സാധാരണ രീതിയിൽ ഇവിടെ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അല്പം റിസ്ക്കാണ്, എല്ലാവർക്കും പെട്ടെന്നൊന്നും കിട്ടില്ല. 2-3 തവണയെങ്കിലും മിനിമം കൊടുത്തെങ്കിലേ കിട്ടുള്ളൂ എന്നാണ്. കാരണം ചെറിയൊരു തെറ്റിന് വരെ അവർ അത് ഓക്കെ ആക്കില്ല. പഠിച്ചോനെ, നാട്ടിൽ അടിപൊളിയായിട്ട് ഓടിക്കും, പക്ഷേ ഇവിടെ അത് എന്തൊക്കെ തന്നെയാലും ചെറിയ രീതിയിലുള്ള തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ വീണ്ടും എന്നാലും വേണ്ടില്ല, തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടികൾ ആണെന്നാണല്ലോ. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അറബിയുടെ വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അത് ഷെഫി ഉസ്താദ് വിചാരിച്ചു, അർബ വന്നെന്ന് തോന്നുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഷെഫി ഉസ്താദിനെ വിളിപ്പിക്കുന്നു. ഷെഫി ഉസ്താദിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ. ഹലോ, ഇതുവരെ ഒന്ന് വരണം കേട്ടോ. അർബ എങ്ങോട്ടാണ് എത്തേണ്ടത്? ഇവിടെ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട്. എന്തിനായിരിക്കും തന്നെ അറബി വിളിപ്പിച്ചത്? കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെഫി ഉസ്താദ് അതാ ഇറങ്ങിത്തിരിക്കുന്നു. അർബ അസ്സലാമു അലൈക്കും. എവിടെ പോയിരുന്നു? ഞാൻ ചെറിയൊരു പർച്ചേസിങ്ങിന് പോയതായിരുന്നു. പിന്നെ മോനെ, ഞാൻ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്, അത് മോനെ ഇഷ്ടപ്പെട്ട് നോക്കണം. പെട്ടെന്ന് അറബിയുടെ ഭാര്യ അങ്ങോട്ട് വരുന്നു. ഉസ്താദ് അത് അതെ, നിന്നെ ഖുർആൻ പഠിപ്പിക്കുന്ന ആളല്ലേ, അപ്പോൾ ഉസ്താദ് തന്നെ വിളിക്കണം. കുറച്ച് അബയാസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അത് വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അബയാസ്? അതെ, പർദ അതെ. അതിൽ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഉമ്മക്കും വേണ്ടി കൊണ്ടുപോകാം. അതിൽ അറബി ആ ഒരു വലിയ റൂമിലേക്ക് അറബി അവനെ കൊണ്ടുപോയി അവിടെയുള്ള ഒരുപാട് കളക്ഷൻസ് പർദ്ദകൾ എടുത്തു കൊണ്ടുവന്ന് കാണിക്കുന്നു. എൻ്റെ ഉമ്മ പർദ്ദയാണ് ധരിക്കാറുള്ളത്, പക്ഷേ എൻ്റെ ഭാര്യ പർദ്ദയല്ല. പക്ഷേ അവരൊന്നും അവരോട് പറഞ്ഞില്ല. നല്ല മനോഹരമായ സ്റ്റോണുകൾ ഉള്ള പർദ്ദകൾ, സിമ്പിളായിട്ടുള്ളത്, കനം കുറഞ്ഞത്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഷെഫി ഉസ്താദ് കനം കുറഞ്ഞ ഒരു പർദ്ദ അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തു. ഇത് ഉമ്മക്ക് ഇത് മതി. ഇത്ര സിമ്പിളായിട്ടുള്ളതോ? ഒന്നും കൂടി എടുക്ക്, നല്ലതാണോ? അങ്ങനെ അതാ 2 പർദ്ദ അവർ ഏൽപ്പിക്കുന്നു. ഷെഫി ഉസ്താദ് സന്തോഷത്തോടു കൂടി തിരിച്ചു പോരാൻ നടക്കുന്നതിന് അല്ല, വൈഫിനെടുത്തില്ല, വൈഫിനെടുക്കാനുള്ള കളക്ഷൻസാണ് ഇതൊക്കെ. ഒരുപാട് അടിപൊളി പർദ്ദകൾ, അറേബ്യൻ പർദ്ദകൾ. അതിൽ നിന്ന് അറബിച്ചിയും അത് ആവശ്യപ്പെടുന്നു എടുക്കുവാൻ വേണ്ടിയിട്ട്. അത് മതി, ഇത് മതി, ഒന്നവൾക്കും ഒന്നിൻ്റെ ഉമ്മാക്കും. അത് പറഞ്ഞാൽ പറ്റില്ല. ഇതൊക്കെ എന്തൊക്കെ തന്നെ ഫാമിലിയിലൊക്കെ ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതാ 5-8 പർദ്ദകൾ എടുത്തിട്ട് അവരത് ശരിക്കും കറക്റ്റ് ലെവലിൽ ഇത് കൊടുത്തിക്കുന്നു. അതുമാത്രമല്ല, വീട്ടിലേക്ക് അത്യാവശ്യമായ പാൽപ്പൊടി, ടാങ്ക്, അതുപോലെ തന്നെ പിസ്ത, ബദാം, നട്ട്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ, അതൊക്കെ സ്പെഷ്യലായിട്ട് അറബിച്ച് തന്നെ എടുത്തത്. ഉമ്മാക്ക് ആവശ്യമുള്ളത് കോഫി പൗഡർ, മന്തി മസാല, അങ്ങനെയുള്ള ഒരു കിച്ചണിലേക്ക് ആവശ്യമുള്ള ഒരുപാട് ഐറ്റംസുകൾ അതാ എടുത്ത് കൊണ്ടുവരുന്നു. ഷെഫി ഉസ്താദ് ഇതൊക്കെ നിങ്ങൾക്ക് കൊടുത്തേക്കള്ളാണ്. അർബ പിന്നെ പാർസൽ വിടാം അല്ലേ? അതെല്ലാം കൂടി അതിൽ വിലപിടിപ്പുള്ള അജുവ, ഈത്തപ്പഴം വരെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ എനിക്ക് കിട്ടിയത്. ഉണ്ടാവും, പക്ഷേ എങ്കിലും ഒന്നുകൂടെ. എന്താ, അതിന് കുഴപ്പമില്ലല്ലോ. അതൊന്നും വേണ്ട മോനെ, വീട്ടുകാർക്ക് മാത്രമല്ല അയൽവാസികളുണ്ടാവും, ഫാമിലിയിലൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്കിത് നോ പ്രോബ്ലം. എന്തായാലും കൊറിയർ അയക്കുകയാണ്, അപ്പോൾ പാഴ്സൽ അയക്കുമ്പോൾ അതിൽ കുറച്ചൊക്കെ വേണ്ടേ? ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ പറഞ്ഞു. നോ, കരയരുത്. എന്തിന്? ഞാൻ വന്നിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അതിനിടക്ക് എന്താ മോനെ, നീ കരയരുത് പ്ലീസ്.
അതൊക്കെ പടച്ച റബ്ബ് നിനക്ക് കനിഞ്ഞരുളിയ ഒരു വരദാനമാണെന്ന് വിചാരിച്ചാൽ മതി, വേറൊന്നും വിചാരിക്കേണ്ട. അള്ളാഹു അല്ലേ വലിയവൻ. അറബിയുടെ ആ ഒരു വാക്കും അറബി പെണ്ണിൻ്റെ വാക്കും കേട്ട് ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് നിറഞ്ഞു പോവുകയാണ് ചെയ്തത്. ആ പിന്നെ സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ അതെല്ലാം കൂടി അറബിയുടെ ഹെൽപ്പോട് കൂടി അതെല്ലാം സെറ്റാക്കി അത് പാർസൽ ഓഫീസിലേക്ക് അവർ കൊണ്ടുപോകുന്നു. വീട്ടിലേക്കുള്ള അഡ്രസ്സ്, കാര്യങ്ങൾ, ഫോൺ നമ്പർ എല്ലാം അതിൽ കറക്റ്റായിട്ടും വ്യക്തമായിട്ടും എഴുതി കൊടുത്തു. പാർസൽ ഷെഫി ഉസ്താദും അറബിയും കൂടി അയക്കുന്നു ഷെഫി ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. ഒരു നിമിഷം ഷെഫി ഉസ്താദ് ദുആ ചെയ്തു, പടച്ച റബ്ബേ, അള്ളാഹുവേ, എനിക്ക് ഇത് വാങ്ങാനെന്നുള്ള അർഹത എനിക്കില്ല റഹ്മാനെ. അതിൽ വെച്ചിട്ടുള്ള ആ ഒരു മനോഹരമായ വാച്ചുകൾ അതെൻ്റെ ഭാര്യ ഉപയോഗിച്ചോട്ടെ, എൻ്റെ ഉമ്മയുടെ ഫാമിലിക്ക് കൊടുത്തോട്ടെ, കുഴപ്പമില്ല. എന്തൊക്കെ തന്നെയാലും 5-6 വാച്ചുകളൊക്കെ ഉണ്ട് നല്ല ടൈപ്സിലുള്ളത്. ഒരുപക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൊറിയറൊക്കെ അയക്കുമ്പോൾ അല്ലെങ്കിൽ പാഴ്സലൊക്കെ അയക്കുമ്പോൾ ആളുകൾ എന്തൊക്കെ വിചാരിക്കുമാവോ, എന്തായാലും കുഴപ്പമില്ല. അള്ളാഹുവേ, തന്നവർക്ക് നീ അനുഗ്രഹം ചൊരിയ റഹ്മാനെ. ഒരിക്കലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല ഇതൊന്നും, എനിക്ക് പടച്ച റബ്ബ് കനിഞ്ഞരുളിയതാണ് ഇതെല്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയത്. അതിന് കാരണക്കാരായവരെ അള്ളാഹ് നീ കാത്തുരക്ഷിക്ക്, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യേ. ഐഫോൺ, ആ ഫോൺ കിട്ടിയിട്ട് വേണം എനിക്ക് എൻ്റെ ഉമ്മയുടെ മുഖമൊന്ന് ശരിക്ക് കാണാൻ. ഒരാളുടെയും പേടിയില്ലാതെ എൻ്റെ ഉമ്മയുടെ മുഖത്ത് നോക്കി എനിക്കൊന്ന് സംസാരിക്കാൻ. ഉമ്മാൻ്റെ കുട്ടിക്ക് ഇവിടെ സുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയെ ഓർത്ത് ഷെഫി ഉസ്താദ് കണ്ണീർ തോർത്തി. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും വിളിച്ച് ചോദിച്ചിരുന്നു 2 ദിവസമായിട്ട് നമ്മുടെ ഹിദായത്ത് സ്റ്റോറി ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നും എനിക്ക് കോള് വന്നിട്ടോ, കോളായിട്ടും മെസ്സേജായിട്ടൊക്കെ എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചില സിറ്റുവേഷനുകൾ നമുക്ക് ഇടാൻ പറ്റാത്ത സിറ്റുവേഷനുകൾ ഉണ്ടാവും. പിന്നെ എൻ്റെ വീട്ടിൽ പോയാലെന്ന് വെച്ചാൽ റേഞ്ച് ഇല്ലാത്ത പ്രോബ്ലംസൊക്കെ വരുമ്പോഴൊക്കെ അത് നൂർ ഫാത്തിമയും നമ്മുടെ മലപ്പുറം മുത്തൊക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒപ്പിച്ച് ഞാൻ വിടും. അത്ര ലെങ്ത്തിലൊന്നും വിടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതും കൂടി ഇടാത്തത്. അപ്പോൾ നെറ്റ്വർക്കും ഉണ്ടാവില്ല. പിന്നെയെന്ന് വെച്ചാൽ അവിടെ ജിയോ അതൊക്കെയാണ്. ഇവിടെ ആണെങ്കിൽ എനിക്ക് എയർടെൽ ഓക്കെയാണ്, അതുപോലെ വൈഫൈ ഉണ്ട്. അവിടെ പിന്നെ അത് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മളെ ഫാമിലി, നമ്മുടെ അനിയത്തി മക്കളെ, ഉമ്മ ഉപ്പ കുട്ടികൾ എല്ലാവരും കൂടിയൊക്കെ ആയി വരുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കുവാനും ഇതിനൊക്കെ ഒഴിവുണ്ടാവുള്ളൂ. ഇവിടെ എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലായി കഴിഞ്ഞാൽ മക്കൾ പോയി കഴിഞ്ഞാലൊക്കെ പിന്നെ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റെക്കോർഡൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെ ഒക്കെ അടുത്ത് നിൽക്കുമ്പോൾ കുറച്ച് സമയം കൂടി അവരുടെ അടുത്ത് നിന്നാൽ, അവരെ ഒന്ന് കണ്ടാൽ അത് ഏറ്റവും പുണ്യമുള്ള കാര്യം തന്നെയല്ലേ. എന്തായാലും പടച്ച റബ്ബ് നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അള്ളാഹുവേ, പടച്ചവനെ, ഞങ്ങളെ മക്കളെയും ഞങ്ങളെ കുടുംബത്തിലുള്ള എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം. എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം. അതുപോലെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മളോരോ വാർത്തകളെ കേട്ടല്ലേ. അതായത് ഇപ്പോഴെന്ന് വെച്ചാൽ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസണാണല്ലോ. അപ്പോൾ ഈ ചക്ക കൂട്ടാൻ വെക്കാനൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ, ചക്ക പഴുത്തതായാലും ഒക്കെ അല്ലേ. അപ്പോൾ ഈ ചക്ക മുറിക്കുകയാണ് ഉമ്മ. അരിവാക്കത്തി ഇട്ടിട്ട്, അരിവാക്കത്തി കൊടുവാളൊക്കെ പറയല്ലേ, ആ കത്തി ഉപയോഗിച്ചിട്ട് ഉമ്മ അങ്ങനെ ചക്ക വെട്ടുന്നിടയിൽ 8 വയസ്സുള്ള മോനെ അങ്ങോട്ട് ഓടി കിതച്ച് വരികയാണ്. ആ കത്തിമ്മയിലേക്കൊണ്ട് വീഴുകയാണ്. അത് എങ്ങനെയാണ് സംഭവിക്കുക നമുക്ക് പറയാൻ കഴിയൂല. കാരണം ഓരോ സമയത്ത് പഠിച്ചോനിങ്ങനെ വിചാരിച്ചനുസരിച്ച് അങ്ങനെയൊക്കെ അങ്ങോട്ട് ആവുമായിരിക്കും. ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ആ കത്തി നുഴഞ്ഞ് കയറിയിട്ട് അതിപ്പോൾ ശിഹാബിതങ്ങളൊക്കെ ഇങ്ങനെ അതിങ്ങനെ മോർച്ചറി വെച്ച് ഇങ്ങനെ കാണുന്നൊരു രംഗമൊക്കെ ഉണ്ടല്ലോ. ആ കുട്ടി ഇങ്ങനെ 8 വയസ്സുകാരനായ ഒരു പൊന്നുമോനിങ്ങനെ, ആ ഉമ്മാക്ക് എത്ര ടെൻഷൻ ഉണ്ടാവില്ലേ. എൻ്റെ കയ്യിൽ നിന്നാണല്ലോ പഠിച്ചോനെ എനിക്കിത് പറ്റിപ്പോയത്, എൻ്റെ പൊന്നും മോനെ ഞാനാണല്ലോ കൊന്നതെന്ന് വരെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ. കാരണം ഉമ്മ കത്തി ആയിട്ട് വെട്ടുന്ന സമയത്താണ് കുഞ്ഞ് അങ്ങോട്ട് ഓടി എത്തിയത്. എങ്ങനെ വീണതാണോ എന്തോ അറിയില്ല. ഏതായാലും പഠിച്ച റബ്ബേ, അതൊക്കെ വല്ലാത്തൊരു മരണം തന്നെ. അതുപോലെ തന്നെ ഇന്നലത്തെ ന്യൂസിൽ കണ്ടു, ചക്ക തലയിൽ വീണിട്ട് ഒരു കുട്ടി മരിക്കണത്. 7-8 വയസ്സുള്ള കുട്ടി തലയ്ക്ക് വീഴണം. അത്രയും വലിയ ചക്കല്ലേ, നല്ല കനുള്ള വെയിറ്റുള്ള മർമ്മസ്ഥാനത്തേക്കാണ് തലയ്ക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ.
എന്തായാലും പഠിച്ചവനെ ആ മക്കളൊക്കെ സ്വർഗത്തിൽ പാറിപ്പറക്കുന്ന പൊന്നോമനകളായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും റഹ്മാനെ അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കുക റഹ്മാനെ. കാരണം അത്രക്കും വേദന ആയിരിക്കുമല്ലോ അല്ലേ. ഒരു അസുഖമില്ലാത്ത കുട്ടികൾ പെട്ടെന്നൊരു നിമിഷത്തിൽ ഇങ്ങനെ നമ്മളെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു പോകാൻ റബ്ബേ, ആ ഉമ്മമാർക്കൊക്കെ എത്ര വേദന ഉണ്ടാവും. അല്ലാ പഠിച്ചവനെ അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. കുട്ടികൾക്ക് ഒരു പക്ഷേ എന്നല്ല, എന്തൊക്കെ തന്നെയായാലും അള്ളാഹു തെറ്റില്ലാത്ത മക്കളല്ലേ, 15 വയസ്സായിട്ടില്ലല്ലോ, അവർക്ക് നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് ക്ഷമിക്കാനുള്ളൊരു കഴിവ് പഠിച്ചോനെ നീ കാത്തുരക്ഷിക്ക്. അങ്ങനത്തെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കല്ല. താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും നമുക്കത്. ഏതായാലും മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.